ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചക്ക വറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചക്ക വറുക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചക്ക കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചക്ക വറുത്തത് അല്ലെങ്കിൽ ചക്ക ചിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് നമ്മുടെ ചക്കയിൽ നിന്നും ചുളയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ചുളകളൊക്കെ ഒന്ന് ഇരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ശരിയായിട്ടൊന്ന് എല്ലാ ഭാഗങ്ങളും ഒന്ന് ഒഴിവാക്കിയിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ആരളി ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങളൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ നടുഭാഗം മാത്രമേ ചക്ക പൊരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കുരു കളഞ്ഞിട്ടൊന്ന് ഒഴിവാക്കി എടുക്കണം. പിന്നെ നമ്മൾ ചക്ക എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല മൂത്ത് ചക്ക വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നല്ല മൂപ്പോട് കൂടിയിട്ടുള്ള ചക്ക വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് പഴുപ്പാവാനും പാടില്ല. അതായത് മധുരം വെച്ച് ചക്ക ആവരുത്. അങ്ങനെ ആയാലും നമ്മുടെ ചക്ക പൊരിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ പൊരിച്ച് കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോവും, ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ മൂപ്പോട് കൂടിയിട്ടുള്ള ചക്ക ആയാലും അത് പഴുക്കാൻ അല്ലെങ്കിൽ മധുരം വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എല്ലാം കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ചുളകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഏറ്റവും ചെറുതാക്കി അരിയാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അരിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ അളവിൽ വേണം എല്ലാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ചക്കച്ചുളയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ എല്ലാതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചക്കയുടെ സീസൺ ആവുന്ന സമയത്ത് ഇതുപോലെ ഒരു ചക്ക മുഴുവനായിട്ടൊക്കെ ഇടയ്ക്ക് വറുത്തെടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത സമയത്ത് എടുത്തതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെമ്പട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തീ കത്തിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇത് വറുത്ത് കോരാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചധികം എണ്ണ വേണം ഇതിന്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. നമ്മളിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ ഇതൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൂടുതൽ എണ്ണയിലേക്കല്ലേ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഞാനിത് അത്യാവശ്യം കളറുള്ള ചക്ക ആയതുകൊണ്ട് തന്നെ കളറ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉപ്പും നമ്മൾ പല രീതിയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ലാസ്റ്റിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അല്ല വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ക്രിസ്പി ആയി വരുന്ന സമയത്ത് ഇതിലേക്കൊന്ന് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് വറുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താലും മതി.
ഇതിപ്പോൾ ഏകദേശം ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ചക്ക കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റും. ഇപ്പോൾ ചക്ക ഇവിടെ ഏകദേശം ഒന്ന് വറവായി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ബ്രൗൺ കളർ ആവും വേണം. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടും ഉണ്ടാവണം. ആ സമയത്ത് നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ഉപ്പ് കയ്യിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെതറിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെയും ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് തെളിച്ചു കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.